കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ കനക മുത്തശ്ശനോടും മുത്തശ്ശിയോടായിട്ട് പറയണം, എനിക്ക് നവ്യേനെ ഇവിടെ നിർത്തിയിട്ട് പോകാനായിട്ട് മനസ്സ് വരുന്നില്ല. കാരണം ചെന്ന് കഴിഞ്ഞാലും എന്റെ മനസ്സിൽ നവ്യയുടെ മുഖം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പം അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞ് അവന്റേതല്ലെന്ന് പറഞ്ഞു. നാളെ ഒരു പക്ഷെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കില്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു, അത് ഓർത്തിട്ട് കനക ടെൻഷൻ അടിക്കണ്ട കേട്ടോ, അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. ഒരു കാര്യം ചെയ്യ്, കുറച്ചു ദിവസം ഇനിയിപ്പൊ കനക ഇവിടെ നിൽക്കാൻ പറയണം. ഇത് കേട്ടത് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് അഭിയും ജലജയും. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ല, അത് പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ? ഇതിനു മുമ്പ് വന്നപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാ ഇവിടെ ഉണ്ടായത്. അന്നൊക്കെ നവ്യനെ കുറ്റപ്പെടുത്തുക ഞാൻ ചെയ്തേ. പക്ഷെ നവ്യയുടെ കൈ മാത്രമല്ല കുറ്റം ഉണ്ടായിരുന്നേ, ബാക്കി പലരും ഇവിടെ തെറ്റുകാരായിരുന്നു പിന്നീടല്ല മനസ്സിലായത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവളുടെ ഭർത്താവും അമ്മയൊക്കെ പറയണേ. ജലജ വന്നിട്ട് ചോദിച്ചു, അല്ല ഞാനും എന്റെ മോനും എന്ത് തെറ്റിയെന്ന? ഞങ്ങള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്തേലും ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ മോള് തന്നെയാ വയറ്റത്ത് പാടും വെച്ച് കെട്ടിയിട്ട് ഒന്നുമില്ലാത്ത പോലെ അഭിനയിച്ചാണോ? എന്നിട്ട് ഇപ്പൊ അവള് ചെയ്തൊന്നും തെറ്റല്ല. എന്റെ മോൻ എന്തോ വലിയ തെറ്റ് ചെയ്യുന്ന രീതിയിലാ സംസാരം. പെട്ടെന്ന് മൂർത്തിമുത്തശ്ശൻ കൂടെ എഴുന്നേറ്റു. മൂർത്തിമുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു, ഒരക്ഷരം നീ മിണ്ടരുത് ജലജ. നിന്റെ മോനുണ്ടല്ലോ, നിന്റെ മോനെ കുറിച്ച് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അവന് ജൂലറിയുടെ എം ഡി സ്ഥാനം കൊടുത്തല്ലേ ആദ്യം, എന്നിട്ട് അവൻ അവിടെ നിന്ന് എങ്ങോട്ട് താന്നു? നേരെ വെറും സ്റ്റാഫായിട്ട് താഴ്ന്നില്ലേ? അത് ആരുടെ കുഴപ്പ? അവന്റെ കയറിപ്പ് മൂലമാ. ഇനി എന്തേലും കുതന്ത്രപ്പണി ഒപ്പിക്കാൻ അവന്റെ പ്ലാനെങ്കില് അവനെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പുറത്താക്കും. ഇത് അവസാന താക്കീതാ. എനിക്കിനി ഇങ്ങനെ ഒരു താക്കീത് ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് ഒരു നിമിഷം ജലജയം അഭി ഇങ്ങനെ ഞെട്ടിത്തെരിച്ചു നോക്കുക. നയന വന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ മുത്തശ്ശൻ പറഞ്ഞിട്ട് പോയത്, ഇനിയിപ്പൊ പേടിക്കണ്ടമ്മേ, ഒന്നും ഉണ്ടാകത്തില്ല. അമ്മ കുറച്ചു ദിവസം ഇവിടെ നിൽക്കുക. അത് നവ്യേച്ചിക്കും ഭയങ്കര സന്തോഷമാണ് അമ്മ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നേ. മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, ശരിയാ, മുത്തശ്ശൻ പറഞ്ഞിട്ട് പോയത് ശരിയാ. നവ്യയുടെ മനസ്സിൽ ഈ സമയത്ത് സന്തോഷമല്ല നമ്മളെല്ലാവരും കൊടുക്കണ്ടേ. പിന്നീട് നവ്യയോട് പറഞ്ഞു, അല്ല മോൾ എന്തിനാ ഇതൊക്കെ പറയാൻ പോയത്? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അമ്മയോട് നിർമ്മലിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയണമായിരുന്നു ചോദിക്കുക. അല്ല മുത്തശ്ശൻ എല്ലാവരും പറയാറുള്ളതല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാവരും തുറന്നു പറയണം, അത് വെച്ചോണ്ടിരിക്കരുത്. അങ്ങനെ വെച്ചോണ്ടിരുന്ന അവസാനം വലിയ പ്രശ്നമാവുന്ന. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ തുറന്നു പറഞ്ഞ. അതൊക്കെ പോട്ടെ, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. മോള് ധൈര്യമായിട്ടിരിക്കുക. അമ്മ വന്നല്ലോ, എന്തിനും ഏതിനും മോളെ നോക്കാനായിട്ട് അമ്മ ഇവിടെ സഹായത്തിനുണ്ടല്ലോ, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോവാണ്. ഈ സമയം നവ്യ അഭിനെ ഒന്ന് നോക്കി. അഭിയാണെങ്കിൽ ഇങ്ങനെ വിളറി വെളുത്ത് നിൽക്കുക. വല്ലാത്തൊരു ദേഷ്യമോ സങ്കടമൊക്കെ അവന്റെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് കനകൻ ഗോവിന്ദനെ വിളിക്കുകയാണ്. അപ്പൊ ഇവിടെ നിൽക്കാൻ പറഞ്ഞ കാര്യം പറയണല്ലോ. അങ്ങനെ ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദേട്ടാ ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ടേ വരുവുള്ളൂ. ഇവിടെ നിൽക്കാൻ എന്നോട് മൂർത്തി സാറൊക്കെ പറഞ്ഞു പറയാ. അല്ല അവിടെ നിന്ന വല്ല പ്രശ്നം ഉണ്ടാവുമോ? ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. എന്ത് പ്രശ്നം ഉണ്ടാകാൻ? അതിനെ നോക്കിയും കണ്ട് നിൽക്കണം. ഇനിയിപ്പൊ നീ ഈ വീട്ടിൽ വന്നാൽ മാത്രമേ എനിക്കൊരു സമാധാനമുള്ളൂ. അതിനെന്തിനാ ഗോവിന്ദേട്ടാ, 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങോട്ട് വരില്ലേ? ഇവിടെ ഒരു കുഴപ്പമില്ല. അല്ല നവ്യയുടെ കാര്യം, അവളുടെ കാര്യം ഓർത്തിട്ട് ഒരു വിഷമവും വേണ്ട, ഒരു കുഴപ്പമില്ലെന്ന് പറയണം. ഈ സമയത്ത് നയനെ അങ്ങോട്ട് വരുന്നത്. ഇതേ അച്ഛനാ മോളെന്ന് പറയണം. അച്ഛനാണോ? ഇതേ ഞാൻ മോളുടെ കൊടുക്കാന്ന് പറഞ്ഞ് നയനടയിലേക്ക് ഫോൺ കൊടുക്കുകയാണ് കനക. പെട്ടെന്ന് വിളിച്ചിട്ട്, ഗോവിന്ദ എങ്ങനെയുണ്ട് മോളെ, സുഖമാണെന്ന് ചോദിക്കും. എനിക്ക് സുഖം അച്ഛാന്ന് പറയണ. അതെ അറിയാലോ, നവ്യ ഇതിനു മുമ്പ് ഒപ്പിച്ചു വെച്ച പണികളൊക്കെ, അതൊന്നും ഓർത്ത് അച്ഛന് ഒരു ടെൻഷനും വേണ്ട കേട്ടോ. നവ്യേച്ചിക്ക് ഇപ്പൊ നല്ല മാറ്റമുണ്ട്, പഴയതുപോലെ ഒന്നും അല്ല. അമ്മയോടും എന്നോടും ഒക്കെ നല്ല രീതിയിലുള്ള പെരുമാറ്റാ. അവളുടെ സ്വഭാവം ഒന്നിന്റെയാന്നറിയാലോ. ചില സമയത്ത് അങ്ങനെയാ, നേരം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതൊന്നും മോള് വിശ്വസിക്കണ്ടെന്ന് പറഞ്ഞേ. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അച്ഛാ, ഒത്തിരി അനുഭവങ്ങളായി. ഇപ്പൊ നവ്യേച്ചി മാറിക്കൊണ്ടിരിക്കുക. അനുഭവങ്ങളിൽ നിന്നല്ലേ ഓരോരുത്തർ പഠിക്കുന്നേ. പക്ഷെ മോളൊരു കാര്യമുണ്ട്, അനുഭവത്തിൽ നിന്ന് പഠിക്കാത്തവരും ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, അച്ഛൻ ടെൻഷൻ അടിക്കാതിരിക്കുക. കുറച്ചു ദിവസം കഴിയുമ്പം അമ്മ അങ്ങോട്ട് വന്നോളൂ എന്ന് പറയാം. പറഞ്ഞിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് നയനി ഇങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പം കനക പറഞ്ഞു, മോൾക്ക് ഏതായാലും നല്ല ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അല്ല അഭിനെ പോലെ ഒരു പയ്യനെ അല്ലോ മോൾക്ക് കിട്ടിയേക്കുന്നത്, ആദർശിനെ പോലെ നല്ല എഴുത്തിനെ അല്ലേ കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ മോൾക്ക് നല്ല ഭാഗ്യമുണ്ടെന്ന്. അവനെ പോലെ ഒരു പയ്യനെ കിട്ടണമെങ്കിൽ മോള് പുണ്യം ചെയ്യണമെന്ന് പറയാം. പെട്ടെന്ന് നയനയുടെ മുഖം പാടി, എന്താ മോളെ? അത്ര വലിയ ഇതൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ നമ്മൾ അങ്ങനെ പറഞ്ഞു? ഓരോരുത്തർക്കും ഉണ്ടമ്മേ അവരുടേതായ കുറ്റങ്ങളും കുറവുകളും ഒക്കെ. ഇപ്പൊ ആദർശന്റെ കാര്യത്തിലാണെങ്കിലും അതൊക്കെ ഉണ്ട്, എന്റെ കാര്യത്തിലും ഉണ്ടെന്ന് പറയണം. എന്താ മോളെ അങ്ങനെ പറഞ്ഞേ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എന്തോ മനസ്സിൽ വെച്ചാണല്ലോ മോൾ അങ്ങനെ പറഞ്ഞേ. മനുഷ്യന്റെ കാര്യമല്ലമ്മേ, ഞാൻ അങ്ങനെ പറഞ്ഞാന്ന് പറയണം എന്നും പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോയി. അപ്പൊ കന ഇങ്ങനെ ആലോചിക്കുക, എന്തായിരിക്കും പോലും അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? എന്തേലും അവൾ മനസ്സിൽ വെച്ചോണ്ട് പറഞ്ഞാണോ? പെട്ടെന്ന് മുമ്പിലത്തെ കാര്യം ഓർമ്മ വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് നിന്ന സമയത്ത്
മുറിയിലേക്ക് ചായയായിട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ താഴെ ഒരു ബെഡ് കിടക്കുന്ന കണ്ടേ. ആദർശനോട് നയനോടും ചോദിച്ചപ്പോൾ ആദർശ് പറഞ്ഞേ, ഞാൻ ഇടയ്ക്ക് യോഗ ചെയ്യാനായിട്ടൊക്കെ അവിടെ ഇരിക്കാറുണ്ട്, അതിനു വേണ്ടി ആ ബെഡ് ഇട്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇനിയിപ്പോൾ അന്ന് കണ്ടവർ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരിക്കുമോ കിടക്കുന്നത്, അവർ തമ്മിലൊരു ബന്ധമൊന്നും കാണത്തില്ലേ? അതൊക്കെ ഓർത്തപ്പോൾ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ അതൊക്കെ ചിലപ്പോൾ തനിക്ക് വെറുതെ തോന്നിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും, അങ്ങനെയൊന്നും കാണത്തില്ലെന്ന് തോന്നി. പിന്നീട് നയന നേരെ മുറിയിലേക്ക് ചെല്ലണം. അപ്പൊ ആദർശ് ലാപ്ടോപ്പിൽ ഓരോ ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. നയന എന്നിട്ട് ആദർശനെ കിട്ടിയത് എന്റെ ഭാഗ്യാന്ന് ഇവിടെ ചിലരൊക്കെ പറയണേ, എന്താ അതങ്ങനെ അല്ലേന്ന് ചോദിക്കുവാണ്. പിന്നെ ഭാഗ്യമാണോ പോലും ഭാഗ്യം, അല്ലേ അറിയത്തുള്ളൂ, ഞാൻ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന്. അല്ല നിനക്ക് ഇവിടെ എന്താ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞേ, നിന്റെ എന്ത് കാര്യത്തിൽ ഞാൻ നിന്റെ ഒപ്പം കൂട്ടു നിൽക്കുന്നില്ലേന്ന് ചോദിക്കും. അതെ അതെ, ഇനി അത് പറഞ്ഞാൽ മതിയില്ലെന്ന് പറയും. അതാ പറയാൻ നിനക്ക് അഹങ്കാരം എന്ന് പറയണേ. അല്ല നിന്റെ എന്ത് കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കാതിരിക്കുന്നത്, നീ എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ സാധിച്ചിരുന്നില്ലേ? അതാണോ ആദർശേട്ട ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയേ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ രണ്ടും തമ്മിൽ. ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണോ ജീവിക്കുന്നത്? എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമില്ലേ? ഇപ്പൊ ആദർശേന്റെ അമ്മയ്ക്ക് ആദർശനെ കൊണ്ട് സങ്കല്പമില്ലേ? അതുപോലെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും എന്നെക്കുറിച്ച് സങ്കല്പമുണ്ട്. അവർക്ക് എനിക്ക് ഒരു നല്ല ജീവിതം കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നത്, അതുപോലെ നന്നായിട്ട് ജീവിച്ച് കാണാനും ആഗ്രഹിക്കുന്നുണ്ട്. ആദർശേട്ടൻ അതെന്താ മനസ്സിലാക്കാതെ? എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെ വിഷമിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് അവരുടെ മുമ്പിലെങ്കിലും ആദർശേട്ടൻ ഒരു കാര്യം ചെയ്യുക, ഞാൻ ഭാര്യയായിട്ട് എന്നെ അംഗീകരിക്കുന്ന പോലെ ഒന്ന് പെരുമാറണം. ഒരു കാരണവശാലും എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കില്ല. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ഇപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഏതാണ്ട് വലിയ തെറ്റ് ചെയ്ത പോലെ ആണല്ലോ നിന്റെ സംസാരമൊക്കെ. ഒരു കാര്യം ചെയ്യ, നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഇവിടുന്ന് പൊക്കോളാൻ പറയണം. പോണോ? ഞാൻ പൊക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യ, അന്നെങ്കിൽ എനിക്ക് ഡിവോഴ്സ് തന്നേരെ, ഞാൻ അങ്ങോട്ട് പൊക്കോളാന്ന് പറയാം. ഇനിയിപ്പം ഇത്ര നാളെ ഞാൻ നിന്ന് മുത്തശ്ശന് വേണ്ടിയിട്ടാ, ഇനിയിപ്പോൾ ആദർശാണ് എന്നെ വേണമെങ്കിൽ ഒരു നിമിഷം ഒന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ ഞാൻ പൊക്കോളാന്ന് പറയാം. എന്ത് പറഞ്ഞാലും അവൾക്കൊരു ന്യായീകരണമുണ്ട്. നിനക്കറിയാം ഇപ്പൊ ഇനി ഈ സമയത്ത് ഞാൻ നിന്നെ പറഞ്ഞു വിടില്ല, മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി. അതുകൊണ്ടല്ലേ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ, അല്ലെങ്കിൽ നീ എന്നോട് പറയുമോന്ന് ചോദിക്കണം. ഇല്ല ആദർശേട്ടാ, ഞാൻ ഇവിടെ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്നേ. മുത്തശ്ശന്റെ ആയുസ് വരെ ഉള്ളതെന്ന് എനിക്കറിയാം. അതിനുശേഷം ഈ വീട്ടിൽ നിന്ന് പുറത്താവേണ്ടവളാണെന്നും എനിക്കറിയാം. പക്ഷെ എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നേ, ഒരു പരിധിയില്ലേ, അതുകൊണ്ട് ഞാൻ എന്നും പറഞ്ഞ് അതിനെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആദർശന്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നി ഈ സമയത്ത്. പിന്നീട് കനക മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുവാണ്. ഈ സമയത്ത് മുത്തശ്ശൻ ചോദിച്ചു, എന്താ കനകെ, നിന്റെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ മാറിയെന്ന് ചോദിക്കും. കനക പറഞ്ഞു, അതൊക്കെ അപ്പോഴത്തേനേ ഉള്ളൂ, കുറച്ച് സമയം കഴിയുമ്പോൾ അതും കൂടി മാറി. അല്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിട്ട് കാര്യമില്ലോ എന്ന് പറയാം. അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇപ്പം നവ്യയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ, നിർമ്മലിനെ പോലെയുള്ള ഒരുത്തന്. അവനൊരു വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞത്. അപ്പൊ അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായൊരു കാരണം കാണും. അതെന്താണെന്നൊക്കെ അധികം വൈകാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിച്ചോളൂ. അതോർത്ത് ഇനി കനക വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറയാം. എനിക്ക് അങ്ങനെ വിഷമമൊന്നും ഇല്ല മൂർത്തി സാറേ, എൻ്റെ മോളുടെ സ്വഭാവം എനിക്കറിയാം. അവള് ആഡംബരം കാണിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഒരു സ്വഭാവ ദൂഷ്യം അവൾക്ക് ഉണ്ടായിട്ടില്ല. ആകെപ്പാടെ സ്നേഹിച്ച അഭിമാനം മാത്രമാണ് പറയാം. അബിയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നതല്ലേ. ഇനിയിപ്പം നവ്യ വേണം അവനെ പറഞ്ഞ് ശരിയാക്കാനായിട്ട്. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരുടെ സ്വഭാവമൊക്കെ ഏകദേശം ഒരേപോലൊക്കെ തന്നെയാ. അതുകൊണ്ട് ഇനി ഇപ്പം നവ്യക്ക് നല്ല മാറ്റം ഉണ്ടായെന്നാ പറഞ്ഞേ. അപ്പൊ അതുപോലെ തന്നെ ഇനിയിപ്പം നവ്യ അബിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കണം. ഇനിയിപ്പൊ സ്നേഹം കൊണ്ട് മാത്രം അവനെ കീഴടക്കാൻ സാധിക്കുള്ളൂ എന്ന് മുത്തശ്ശൻ പറയാം. ശരിയാ മൂർത്തി സാറ് പറഞ്ഞ്, ഇപ്പം മാറ്റിയില്ലെങ്കിൽ ഇനി ഏത് കാലത്താ ഈ സ്വഭാവമൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നേ. ഞാൻ നവ്യമോളോട് പറയാം, അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. മുത്തശ്ശി കൊണ്ട് ശരിയാ, കനയൊന്ന് ഉപദേശിച്ചാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്ന നവിക നല്ലതെന്ന് പറയാം. പിന്നീട് കനക പറഞ്ഞു, എനിക്ക് നയനമോളെ കുറിച്ച് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം. മുത്തശ്ശൻ പെട്ടെന്ന് പറഞ്ഞു, നയനെ കുറിച്ചോ? അവളെ കുറിച്ച് ഓർത്ത് എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവളെ കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനും വേണ്ട കേട്ടോ, അവൾക്ക് ഒരു കുഴപ്പമില്ല. ആദർശിനെ അവളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവര് തമ്മിൽ പരിഹരിച്ചോളും. അല്ലെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ അങ്ങനെ അതേ കാലം നീണ്ടു പോകുന്ന ഒരു പ്രശ്നമല്ലോ എന്ന് പറയണ മുത്തശ്ശൻ. ശരിയാ, അവർ തമ്മിൽ ഒത്തിരി പൊരുത്തക്കേടുകൾ ഉണ്ടാവും, പക്ഷെ അതൊന്നും അധികകാലം നീണ്ടുപോയില്ല. മുത്തശ്ശൻ പറഞ്ഞു, ഒരു പെണ്ണുകാണ ചടങ്ങോ അല്ലെങ്കിൽ പ്രണയിച്ച വിവാഹം കഴിച്ചവരല്ല അവര്. അപ്രതീക്ഷിതമായിട്ട് ഒരു നിമിഷം കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ അതൊക്കെ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവരുടെ ഉള്ളിലും കാണും. കുറച്ചാൾ കഴിയും, പോകെ അതൊക്കെ മാറിക്കോളും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നയനമോൾ ഈ വീടിന്റെ വിളക്ക. നയനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോൾ കനയ്ക്കും ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു മൂർത്തി സാറ് പണ്ട് എന്റെ വീട്ടിലായിരുന്ന സമയത്തും.
അവൾക്ക് ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യാനറിയാം. എല്ലാവരുടെയും വിഷമങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് അവളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയാം. ശരിയാ, അവൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഓരോ ദിവസം ചെല്ലുന്നവരെ ഈ വീട്ടിൽ ഐശ്വര്യം കൂടിയിട്ടുള്ളൂ. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ ഒരു വിഷമം വേണ്ട. അല്ലെങ്കിലും ആദർശ് ഇനിയിപ്പോ കുറെ പൊന്നും പണവും ഒക്കെ മേടിച്ച് കെട്ടിയിരുന്നെങ്കിലും ഒരു പക്ഷെ കോടികൾ വാങ്ങിച്ചായിരിക്കും വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നയനമോളുടെ എത്ര നല്ല സ്വഭാവം ഗുണമുള്ള ഒരു പെൺകുട്ടീനെ ആദർശിന് കിട്ടാൻ പോകുന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിന് കിട്ടിയ പുണ്യ നയന. ചേരേണ്ടത് ചേരുവോളെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ചേർന്നൊരു ബന്ധം അവർ തമ്മിൽ. അതുകൊണ്ട് അവരെ കുറിച്ച് ഓർത്തിനി കനയ്ക്ക് യാതൊരു ടെൻഷനും വേണ്ടെന്ന് പറയുന്നത്. കനയ്ക്ക് സന്തോഷമായി. മുത്തശ്ശന്റെ വാക്കുകൾ കേട്ടപ്പം മുത്തശ്ശൻ ഒരിക്കലും വെറുവാക്കും പറയാറില്ലെന്ന് കനയ്ക്ക് നന്നായിട്ടറിയാം. പിന്നീട് മുറിയിൽ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല, സങ്കടപ്പെട്ടിരിക്കുകയാണ് അനി. നന്ദുവിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. അനാമികനെ കുറിച്ച് ചിന്തകള് അനിയുടെ മനസ്സിലേക്ക് വരുന്നേ ഉണ്ടായിരുന്നില്ല. നന്ദുവിനെ ഒന്ന് വിളിച്ചാലോ, വിളിക്കണോന്നോർത്ത് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോ പെട്ടെന്ന് തന്നെ നന്ദുവിന്റെ കോള് വരുന്നത്. കൊള്ളാം, താൻ മനസ്സിൽ ആഗ്രഹിച്ചോളൂ ഇപ്പൊ അവളെക്കുറിച്ച്. അപ്പൊ തന്നെ അവള് വിളിച്ചോണ്ടല്ലോ. പെട്ടെന്ന് ചോദിച്ചു, നന്ദു നീ എന്തെടുക്കുമെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, വെറുതെ ഇരിക്കുക. അല്ല നീ എന്താ വിളിക്കാത്തേന്ന് ചോദിക്കുക. ഒന്നുമില്ല. എന്നിട്ട് നീ എന്താ ഇങ്ങോട്ട് വരായിരുന്നു? നിന്റെ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് നിനക്ക് ആ കൂടെ ഇങ്ങോട്ട് വരാൻ മേലായിരുന്നു ചോദിക്കും. അല്ല അത് പിന്നെ അമ്മ വരണ്ടാന്ന് പറഞ്ഞു. അതെന്താ? എല്ലാരും കൂടെ വന്ന് നിൽക്കുന്നത് ശരിയല്ലോ, അതുകൊണ്ടാ. അതിന് നിനക്ക് രാവിലെ വന്നിട്ട് വൈകുന്നേരം അങ്ങോട്ട് പോയാൽ പോരായിരുന്നോ? പിന്നെ എന്താ നന്ദു ഇത്? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. എന്തോ നീ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല, നിനക്ക് അതൊക്കെ തോന്നുക എന്ന് പറയാം. അത് എന്തേലും ഉണ്ട് എന്നോട് പറയാൻ മടിക്കരുത്. നന്ദുവിനോട് ഇങ്ങനെ കുത്തി കുത്തി അനി ചോദിക്കുക. പക്ഷെ നന്ദു വരാൻ മോള്. നന്ദു അതൊന്നും പറയുന്നില്ല. താൻ കാരണം ഒരു കാരണവശാലും അനിയുടെ ജീവിതം തകരരുത്. തന്റെ ചേച്ചിമാരുടെ ജീവിതം തകരില്ല. അമ്മയ്ക്ക് താൻ കൊടുത്ത വാക്കാ. അത് മാത്രമാണ് നന്ദുവിന്റെ ഉള്ളിലുള്ളത്. നന്ദു പറഞ്ഞു, അതെ എന്നാ ഞാൻ ഫോൺ വെച്ചോട്ടെ എന്ന് ചോദിക്കുക. എന്താ നന്ദു ഇങ്ങനെ പെട്ടെന്ന് ഫോൺ വെക്കുന്നേ? ഇച്ചിരി വർത്താനം പറ. അതൊന്നും ശരിയാവത്തില്ല. അതെന്താ ശരിയാവത്തില്ലാത്തെ? അതെ എനിക്ക് നിന്നെ ഒന്ന് കാണണം തോന്നുന്നുണ്ട്. ഇന്ന് കാണാൻ പറ്റുമോ? അത് വേണ്ട. അതെന്താ നന്ദു അങ്ങനെ? ഇനിയിപ്പൊ ഞാൻ വന്ന് കാണുന്നത് ശരിയല്ല. ഇനിയിപ്പൊ അനാമികനെ വിളിച്ചാൽ മതി. അനാമികനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ലേ ഉള്ളൂ. അതിന്റെ പേരിൽ ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് കാണുകയും ചെയ്യേണ്ടെന്ന് പറയാം. എന്താ നന്ദു നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത്? നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്ക് നിന്നെ കാണണം. എനിക്ക് വരാൻ പറ്റില്ല. എന്നാ ശരി, ഞാൻ വെച്ചേക്കട്ടെ. എനിക്ക് ചിലപ്പോൾ ധൃതി ഉണ്ടെന്ന് പറയാം. ഇത് പറയാൻ വേണ്ടിയാണ് നീ വിളിച്ചേ? അതല്ല, എനിക്ക് ധൃതിയുണ്ട്, അതുകൊണ്ടാന്ന് പറഞ്ഞ് ഫോൺ വെക്കുക. ഫോൺ വെച്ച് കഴിയുമ്പോൾ നന്ദുവിന് വല്ലാത്ത സങ്കടം വന്നു. അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് അനിയൻ രണ്ടുപേരും പരസ്പരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നന്ദു ഓർത്ത് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. വേണ്ട, അവനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് കളയാം. അനിയുടെ കല്യാണം കുറച്ചാൾ കഴിയുമ്പോൾ ഉണ്ടാവും. ഇനിയിപ്പോൾ താൻ കാരണം ഒരു കാരണവശാൽ ആ വിവാഹം മുടങ്ങിക്കൂടാ. അത് ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. അതൊക്കെ ഓർത്ത് നന്ദുവിന് സങ്കടം വന്നെങ്കിലും നന്ദു മനസ്സിൽ നടക്കുവാണ്. പിന്നീട് സിറ്റ് ഔട്ടില് കനക ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനി അങ്ങോട്ട് വരുന്നേ. അനി വന്നിട്ട് ചോദിച്ചു, നന്ദു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാണ്. ആണോ? അല്ല എന്തിനാ നന്ദൂട്ടൻ വിളിച്ചതെന്ന് ചോദിക്കുവാണ്. അല്ല അമ്മ ഇവിടെ വന്നു, അപ്പൊ അതുകൊണ്ട് വെറുതെ വിളിച്ചാ. അപ്പം ഞാൻ ചോദിച്ചു അവളോട് ഇങ്ങോട്ട് വരാൻ മേലായിരുന്നു ചോദിച്ചപ്പോ അമ്മ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ടാന്ന് പറയണ. അല്ല എന്താ ആന്റി അങ്ങനെ പറഞ്ഞേ? അല്ല അതും അനിമോനെ പിന്നെ എല്ലാരും കൂടെ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നു എന്നും പറഞ്ഞുകൊണ്ട് നന്ദൂട്ടൻ അങ്ങനെ വരുന്ന എപ്പോഴും ഇങ്ങനെ വരുന്നത് ശരിയാണോ? അതിനിപ്പോ എന്താ ആന്റി, ഇങ്ങോട്ടല്ലേ അവരുടെ രണ്ട് ചേച്ചിമാർ ഇവിടെ ഇല്ലേ, പിന്നെ എന്താ കുഴപ്പം? അത് മാത്രല്ല ഇപ്പം എന്റെ ഗുരുവും കൂടെ അവളെന്ന് പറയണം. ഗുരുവോ? അതേന്നേ, എനിക്ക് കുറച്ച് ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്, കരോട്ടയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടിനും തമ്മിൽ രാവിലെ കുറച്ച് പ്രാക്ടീസ് ഒക്കെ ഉണ്ടേ, അതുകൊണ്ടാ ഞാൻ എന്നൊരു ഗുരു ആവളെന്ന് പറഞ്ഞേ. പെട്ടെന്ന് കനിക എഴുന്നേറ്റിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ തമ്മിലൊരു ഗുരുശിക്ഷ ബന്ധമാണോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടിയില്ല. എന്ത് മറുപടി പറയാൻ നടത്തില്ല. കനക ഇത് അറിഞ്ഞിട്ടാ ചോദിക്കുന്നതെന്ന് ഒന്നും എനിക്ക് അറിയത്തില്ലോ. പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് അവളെയാണ് ഏറ്റവും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും അവളോടാണ് തുറന്നു പറയാറ്. എനിക്കങ്ങനെ അധികം കൂട്ടുകാരൊന്നുമില്ല, പക്ഷെ ഉള്ള കൂട്ടി വെച്ച് ഏറ്റവും നല്ല ഫ്രണ്ട് അവളാന്ന് പറയാ. ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ട് വന്നു. നയനയെ കണ്ടില്ല. അതിന് തിരിഞ്ഞിരുന്നാ സംസാരിച്ചുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് എനിക്ക് എന്തോ അവളോട് സംസാരിക്കാം, എന്ത് കാര്യങ്ങൾ വേണം പറയാം എന്ന് പറയാ. പെട്ടെന്ന് നയന ചോദിച്ചു, എന്നിട്ടാണോ അനി ഫ്രണ്ടിന്റെ മനസ്സുള്ള കാര്യം എന്താണെന്ന് അറിയാത്തെന്ന് ചോദിക്കുക. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ നയനേച്ചിയാണ്. അതെന്താ നയനേച്ചി അങ്ങനെ ചോദിച്ചേ? അല്ല ഇപ്പം നന്ദുവിന്റെ മനസ്സിൽ എന്തോ ഒരു വലിയ വിഷമമുണ്ട്. അതെന്താന്ന് അനിയോട് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അനിയുടെ ഉള്ളിൽ ആരാന്ന് ഇതും അനിയും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ വലിയ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് അതെന്താ നിങ്ങൾ പരസ്പരം പറയാത്തേന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ എനിക്കറിയില്ല, നന്ദു എന്നോട് അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല എന്ന് പറയാം. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല
അതൊക്കെ ശരി തന്നെയാ. പക്ഷേങ്കിൽ ഇന്ന് തന്നെയാണെങ്കിലും അവൾ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹം പ്രകടിച്ചപ്പോ ആന്റി വേണ്ടാന്ന് പറഞ്ഞു. ആണോ അമ്മയെന്ന് ചോദിക്കുക നയനയോട് നയന കനകയോട്. അല്ല അത് പിന്നെ മോളെ ഞാന് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? നന്ദു ഇങ്ങോട്ട് വരുന്നോണ്ട് എന്താ കുഴപ്പം? അല്ല മോളെ മോൾക്കറിയാലോ ഇവിടുത്തെ പല പല പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ ഓർത്തിട്ടാ. ഇനിയിപ്പൊ അതൊക്കെ ഓർത്തിട്ട് എന്തിനാ ഇനി അവളെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അമ്മ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? അവൾ ഇങ്ങോട്ട് വരട്ടെ, അവൾക്കും ആഗ്രഹമില്ലേ ഞങ്ങളെല്ലാം കാണണമെന്ന്. പെട്ടെന്ന് അനിവർ ശരിയാ, രാവിലെ വന്നിട്ട് നന്ദു അങ്ങോട്ട് പോയിക്കോളൂല്ലേ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ഏയ് അതൊന്നും ശരിയാവത്തില്ല മോളെ, ഇവിടെ ഒന്നുമില്ലേലും നിങ്ങളെല്ലാരും ഉള്ളതല്ലേ, നിങ്ങൾ മാത്രമല്ല ഈ വീട്ടുകാരൊക്കെ ഉള്ളതല്ലേന്ന് ചോദിക്കും. അതൊക്കെ കേട്ടപ്പോൾ നയനയ്ക്ക് എന്തോ ഒരു വല്ലാത്തൊരു സംശയം തോന്നി. അമ്മ എന്തോ ഒരു കുള്ളിച്ചെവിടെയോ പറയുന്ന പോലെ. എന്താ ഒരു അങ്ങനെ ഒരു കാരണം? പെട്ടെന്ന് അനി അങ്ങോട്ട് പോവാണ്. അനി പോകുന്ന സമയത്ത് അമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അല്ല അവളുടെ സ്വഭാവം തന്നെ ഒന്ന് എടുത്തു നോക്കിയേ. അവൾക്കാണ് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ അവളെ ആണോ പെണ്ണോ ഒന്നും നോക്കാറില്ല, അപ്പൊ തന്നെ അവരുടെ മുഖം ഇടിച്ച് രണ്ടെണ്ണം കൊടുക്കുക ചെയ്യുന്നത്. ആ സ്വഭാവം എങ്ങനെ ഇവിടെ വന്ന് കാണിച്ചാലോ ഓർത്താണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് മോൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കനക അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് അതിനോർത്ത് എന്താ പോലും അമ്മ ഇങ്ങനെ പറഞ്ഞേ, എന്തേലും കാരണമില്ലാതെ പറയില്ലോ, എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നയന അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.